അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാർ സ്റ്റീരിയോയാണ്. കാർ സ്റ്റീരിയോ എന്ന് പറയാം. ഇതാണ് സാധനം. ഇതിപ്പോൾ നിലവിൽ ഓട്ടോറിക്ഷയിലാണ് വെക്കുന്നത്. 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന 2 ചാനൽ ഔട്ട്പുട്ട്, സ്റ്റീരിയോ ഔട്ട്പുട്ടുള്ള ഒരു 12 വോൾട്ട് DC പ്ലെയറാണ്. ഇതിൽ ബ്ലൂടൂത്ത് ഉണ്ട്, USB പാനൽ, USB ഉണ്ട്, SD കാർഡ് ഇടാം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലടിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ സ്റ്റീരിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എന്താണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു സ്പീക്കർ കണക്ഷൻ വേണം. നമുക്കൊരു ചാനലിൽ സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കാം. ഇത് കണക്ട് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പീക്കർ വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാൻ പാടില്ല. ഷോർട്ടായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഐസിയും കൂടെ പോയി പോകും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലേക്കൊരു 12 വോൾട്ട് DC കൊടുക്കാം. വോൾട്ട് DC കൊടുത്തു. നിലവിൽ ഇവിടെ പാനൽ ഡിസ്പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട്. സൗണ്ട് ഇല്ല, ഈ ചാനലിൽ സൗണ്ടൊന്നും വരുന്നില്ല. നമുക്ക് അടുത്ത ചാനലിൽ കൊടുത്ത് നോക്കാം. ഓക്കെ, ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചാനലിലില്ല, ഈ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നില്ല, അതാണ് കംപ്ലൈൻറ്റ്. നമുക്കത് അഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ അവസ്ഥ. നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടിപൊളി. ഇത് പ്രിൻ്റൊക്കെ കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ഒരു ചാനലിലേക്കുള്ള, അതെ, ഈ ICയിലേക്കുള്ള പ്രിൻ്റ് കത്തിയുണ്ട്. സപ്ലൈ പോകുന്ന പ്രിൻ്റാണ്, അത് കത്തിയുണ്ട്. അപ്പം നമുക്ക് ഈ പ്രിൻ്റ് കത്തിയ സ്ഥിതിക്ക് നമുക്കിത് അനുമാനിക്കാം. ഇതിൻ്റെ IC പോയിട്ടുണ്ട്. ഒരു ചാനലിൽ IC പോയതായിട്ടാണ് നമുക്കിതൊന്ന് കാണാൻ പറ്റുന്നത്. ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഏത് ചാനലിലേക്കുള്ള കംപ്ലൈൻറ്റ് ആണ് കത്തിയിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്രീൻ കളറിലാണ് നമുക്ക് കിട്ടായിരുന്നത്. അപ്പോൾ ഇതാ ഗ്രീൻ ചാനൽ, ഈ ചാനലിലേക്കുള്ള. അപ്പോൾ നമുക്കിതിൻ്റെ IC മാറ്റിയിടാം, വേറെ ഒന്നും നോക്കാനില്ല. അഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു കട്ടിങ് പ്ലെയറും കൂടെ വെച്ചിട്ട്, നോസ് പ്ലെയർ വെച്ചിട്ട് പിടിക്കാം. അപ്പോൾ ICയുടെ ഹീറ്റ് സിങ്ക് ആണ് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 ICയുടെ ഹീറ്റ് സിങ്ക് അഴിക്കാണ്ട് നമുക്കിത് IC മാറ്റിയിടാൻ പറ്റില്ല. നമുക്ക് അഴിക്കാം. നമ്മൾ ഹീറ്റ് സിങ്ക് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് IC ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. IC നമ്മൾ റിമൂവ് ചെയ്തു.
ഇതാണ് IC. ഇത് LA4440 CD 4440 ഇതൊക്കെ പൊട്ടിയുണ്ട്, കത്തിയുണ്ട്. ഇതുണ്ടോ, IC കത്തി കരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു IC ഇടാം. അപ്പോൾ നമ്മൾ ഒരു IC എടുത്തിട്ടുണ്ട്, LA4440. അതാണ് സാധാരണ കോമൺലി ഇത് വരുന്നത്. CD 4440, LA4440 ഒക്കെ കോമൺലി സാധനമാണ്, ഒരേ സാധനം തന്നെയാണ്. ഇതിൽ ക്വാളിറ്റി ഉള്ളതും വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിലുണ്ടായിരുന്നത് കുറഞ്ഞതാണ്, കുറഞ്ഞ ടൈപ്പ് IC ആണ്. നമുക്ക് ഈ IC ഇതിൽ ചെയ്യാം, ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയ IC ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തു. നമുക്കിത് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യാം. നമുക്ക് അടുത്തുള്ള ICക്ക് ഡ്രൈ സോൾഡറിങ് ഒക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുത്തേക്കാം. ഇനിയിപ്പം അടുത്ത കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരണ്ടല്ലോ, ചെയ്യാനുള്ളതൊക്കെ നോക്കി എവിടെയെങ്കിലും ഡ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ്സിങ് ഒക്കെ ഇടാം. ഈ 4440 IC കൂടുതലും കംപ്ലൈൻ്റ് ആകുന്നത് എന്തായാലും ഇത് വണ്ടിയിൽ ഓട്ടോറിക്ഷ കാറിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ 12 വോൾട്ട് എന്തായാലും കൂടില്ല, പക്ക 12 വോൾട്ട് തന്നെ. വോൾട്ടേജ് കൂടി വന്നിട്ട് ഒന്നും സംഭവിക്കാനില്ല, ബാറ്ററിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അതേപോലെ സ്പീക്കർ ഔട്ട്പുട്ട് ഷോർട്ടായിട്ട് സ്പീക്കർ കംപ്ലൈൻറ്റ് ആയാൽ അങ്ങനെയൊക്കെയാണ് ഈ സാധനം അധികം കംപ്ലൈൻ്റ് ആകുന്നത്. ഒരു കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹീറ്റ് പെട്ടെന്ന് തന്നെ ഇതായിട്ടൊന്ന് സെറ്റായിക്കോളും. അലൂമിനിയം പ്ലേറ്റിലോട്ട് ഹീറ്റ് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആയിക്കോളും. അതിനാണ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇടുന്നത്. നമുക്കതിൻ്റെ ഹീറ്റ് സിങ്ക് സെറ്റ് ചെയ്യാം. ഹീറ്റ് സിങ്ക് ഇടണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്, കാരണം സെറ്റിംഗ് അങ്ങനെയാണ്. ഇപ്പോൾ 2 IC മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, IC ഹീറ്റ് സിങ്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലെയറിട്ട് പിടിച്ചിട്ട് ടൈറ്റാക്കാം. നന്നായിട്ട് ടൈറ്റാക്കണം. ടൈറ്റാക്കില്ലെങ്കിൽ IC ഹീറ്റാവും. IC വർക്കിങ്ങിൽ ഹീറ്റ് ആവുന്നതാണ് 4440. അപ്പോൾ ഹീറ്റ് നമ്മുടെ അലൂമിനിയം ഹീറ്റ് സിങ്കിലോട്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ നല്ല ടൈറ്റിലുണ്ടാവണം. അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്ക് ഒക്കെ സെറ്റ് ചെയ്തു, നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കത്തിപ്പോയ പ്രിൻ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കാം. കത്തിപ്പോയ പ്രിൻ്റ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. മറ്റ് പ്രിൻ്റുകളിലെ കൂട്ടൊന്നും തട്ടാതെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മളത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ടായിട്ട് വീണ്ടും പോയാൽ ശരിക്കും നമുക്കിതിലേക്ക് പ്രിൻ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു വയർ ജമ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റിയിട്ട് ICയിലേക്ക് പ്ലസ് വോൾട്ട്, അതായത് 12 വോൾട്ടിൽ പ്ലസ് വോൾട്ടാണിൻ്റെ പ്രിൻ്റാണ് കത്തിപ്പോയിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നല്ല വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ ആ കട്ട് ചെയ്ത പ്രിൻ്റിന് നമുക്ക് ഒരു ജമ്പർ ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു ജമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ കാലുകൾ തമ്മിൽ മുട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു സ്ഫോടനത്തിനുള്ള വകുപ്പ് ഉണ്ടാകണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യണം. അല്പം തിന്നർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ കത്തിപ്പോയ പ്രിൻ്റിന് പകരം ഒരു വയറിട്ട് നമ്മൾ ജമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഐസിയിലേക്ക് വോൾട്ടേജ് എത്തും. നമ്മൾ തിന്നറിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്കൊരു 12 വോൾട്ട് DC കൊടുക്കാം. അതിൽ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീക്കർ നമ്മുടെ സ്പീക്കർ കണക്ഷൻ ഒന്നുകൂടെ കൊടുത്ത് നോക്കാം. ഓക്കെ, ഗ്രീൻ ചാനലായിട്ടുണ്ട്. 2 ചാനലും നമുക്ക് സൗണ്ട് വരുന്നുണ്ട്. നമുക്കൊരു USB കണക്ട് ചെയ്ത് നോക്കാം. USB റീഡായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ചാനലും വർക്കായിട്ടുണ്ട്. IC ആയിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഒന്നും കൂടി എന്തായാലും കേസ് കിട്ടല്ലേ, നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാർ സ്റ്റീരിയോ റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചാനൽ കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു ചാനലെന്ന് പറഞ്ഞാൽ IC പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. IC കത്തിപ്പോയതാണ്. IC കത്തിയിട്ടുണ്ടായിരുന്നു, പ്ലസ് അതിൻ്റെ പ്രിൻറ്റും കൂടെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പ്രിൻറ്റിനൊരു ജമ്പർ ഇട്ട് കൊടുത്തു, പുതിയൊരു IC കിട്ടു. അപ്പോൾ 2 ചാനലും ഓക്കെ ആയിട്ടുണ്ട്. ഇതിൽ വന്നിരുന്ന IC LA 4440 അല്ലെങ്കിൽ CD 4440 IC ആണ് ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കാർ സ്റ്റീരിയോയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലടിക്കാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം.